Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ളപ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ ഈസ്റ്റൊക്കെ ചേർത്താണ് ഈ വെള്ളപ്പോള ഉണ്ടാക്കാറ്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇളനീർ ചേർത്താണ് ഈ പോള ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സാധാരണ നോമ്പ് കാലങ്ങളിലൊക്കെ കണ്ണൂരിലെ മിക്ക വീടുകളിലും കാണുന്ന ഒരു ഐറ്റമാണിത്. ഇത് നല്ലൊരു മധുര സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാറ്. എനിക്ക് ഈ റെസിപ്പി തന്നിട്ടുള്ളത് എൻ്റെ സിസ്റ്റർ ഷെരീഫ ബക്കറാണ്. താത്താൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഇളനീർ ചേർത്തിട്ടുള്ള ഈ വെള്ളപ്പോള. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് നന്നായി വാഷ് ചെയ്ത് ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചോറ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇളനീരാണ്. നല്ല തിന്നായിട്ടുള്ള പൾപ്പോട് കൂടിയിട്ടുള്ള ഇളനീർ എടുക്കാൻ നോക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ ഇളനീർ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇളനീർ വെള്ളമാണ്. ഇതൊരു ഇളനീറിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഇവയൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ അരിയും ചോറും അതുപോലെ തന്നെ ഇളനീറും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതിൽ നിന്ന് പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്ന് ദോശയുടെയൊക്കെ ആ ഒരു തിക്നെസ്സിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇഡ്ഡലിയുടെ അത്ര കട്ടിയാവും വേണ്ട, നല്ല ലൂസായിട്ടുള്ള ബാറ്ററല്ല. നമ്മുടെ ദോശയ്ക്കൊക്കെ അരക്കുന്ന അതേ തിക്നെസ്സിലാണ്, അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ അരിയൊക്കെ സോക്ക് ചെയ്യുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ ഇത് ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് അരച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതൊന്ന് മൂടി വെച്ച് ഒരു 20 മണിക്കൂറെങ്കിലും 15 മുതൽ 20 മണിക്കൂറെങ്കിലും അതവിടെ മാറ്റി വെക്കേണ്ടി വരും, നല്ലൊരു ഫ്ലഫിയായി വരുന്നത് വരെ. ഇപ്പോൾ ഏകദേശം ഒരു 15 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ നല്ല ഫ്ലഫിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നേരത്തെ അരക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ ഫ്ലഫിയൊക്കെ ആയി വന്നതിന് ശേഷം ചുടുന്നതിന് തൊട്ട് മുന്നെയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്താണ് പോള തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്റ്റീലിൻ്റെ നല്ല കുഴിയുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതിൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള വലിയ സ്പൂണിന് 3 സ്പൂണാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം ഒരു വട്ടയപ്പത്തിൻ്റെയൊക്കെ ഒരു തിക്നെസ്സിലുള്ള പോളയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ടൊരു സ്റ്റീമറിലേക്ക് വെച്ച് അടച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കാം. ഒരു 12 മുതൽ 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കുക്കായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റീമറിനടുത്ത് പുറത്ത് വെച്ച് അല്പം ചൂടാറിയതിന് ശേഷം ടിന്നിൽ നിന്ന് ഇളക്കി എടുക്കുകയാണ്. അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മധുര സ്റ്റൂ റെഡിയാക്കണം. നല്ല തേങ്ങാപ്പാലും പഴയൊക്കെ ചേർത്തിട്ടുള്ള മധുര സ്റ്റൂവിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാറ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊരു ഫോർക്ക് വെച്ചൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ പഴം ഫോർക്ക് വെച്ച് ചെറുതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. പഴം ഇങ്ങനെ ഉടച്ചു കൊടുക്കണം എന്നൊന്നുമില്ല, ഇങ്ങനെ മുറിച്ചിട്ടാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പോളയുടെ കോമ്പിനേഷനായ മധുര സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് കാലങ്ങളിൽ കണ്ണൂരിലെ ബേക്കറികളിലൊക്കെ കാണുന്ന ഒരൈറ്റം കൂടിയാണിത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതിലേക്ക് ഈ സ്റ്റൂ കൂടി ഒഴിച്ചാണ് ഇത് സാധാരണയായി കഴിക്കാറ്. സ്റ്റൂവും ഈ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണ് ഇത് കഴിക്കാറ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോള തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.